Enjoying the bucket list. Look at the teeth. Look at his smile. Not the fish. ഹായ് മച്ചന്മാരെ, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീപ്പ് ഡ്രോപ്പിന് പോയപ്പോൾ ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട്. സിമോനാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. സിമോൻ ഇന്ന് തകർക്കുകയാണ്. സിമോൻ്റെ ദിവസമാണ് ഇന്ന്. പിന്നെ മേലനങ്ങാതെ തന്നെ മീൻ മേളി വരുന്നുണ്ട്. ഇലക്ട്രിക് റോഡായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. റീലിങ് ചെയ്യാനെക്കൊണ്ടുള്ള പ്രയാസമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ബോറിങ്. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു ജിഗ് ചെയ്താലോ എന്ന്. പുള്ളിക്കാരൻ കേട്ടപാടെ ഒരു 2 ജിഗ് എടുത്ത് കൈ തന്നു. അത് ഇട്ട് കഴിഞ്ഞ് നല്ല സുഖം. ആഹാ, താഴത്തെത്താൻ തന്നെ 5 മിനിറ്റ് വരെ കൊടുക്കും. അത് കഴിയുമ്പോൾ പടക്കേന്ന് മീൻ അടിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ വലിച്ചു കയറ്റുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഈ 300 മീറ്റർ നമ്മൾ ഇതിനെ വലിച്ചു കയറ്റും. അതിൻ്റെ അടിയിലടക്കി 8-10 കിലോ വെയിറ്റും. ആഹാ, അടിപൊളി. നടു ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. റീലിങ് ചെയ്ത് നമ്മുടെ നടുവിൻ്റെ ഒരു കണ്ണി കിടവും. ജിഗ് ചെയ്ത് ഒരാൾ ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കിന് അടുത്ത ആളെത്തും. ഓരോ ഡ്രോപ്പിനും നമുക്ക് മീൻ അടിക്കുന്നുണ്ട്. പക്ഷേ ജിഗ് ചെയ്ത് കയറ്റി കഴിയുമ്പോഴത്തേക്കിന് കയറ്റുന്ന ആളുടെ ഊപ്പാടളവും. ഇവിടുത്തെ കളയരുത്, വലിച്ചു കയറ്റണം. That's a nice fish. ചൂണ്ടേതാന്നുള്ളത് നമ്മൾ പോയി തപ്പി നോക്കാം. കുരുങ്ങിയാൽ തീർന്നു. അതുകൊണ്ട് കുരുങ്ങിയാൽ തോന്നുന്നു കേട്ടോ. ഇവിടെ അങ്ങോട്ട് നീങ്ങാം. അടുത്ത സീമോൻ്റെ ജിൻസ് കൈമാറിയേക്കാണ്. 300 മീറ്റർ ഒറ്റയ്ക്ക് ചുറ്റി കയറ്റുക എന്ന് പറയുന്നത് വലിയ പാടാണ്, നടക്കത്തില്ല. അതിനിടയ്ക്ക് താഴെ നല്ല വെയിറ്റും. ഈ മീനെ വലിച്ചു തരണ്ടേ? ഇങ്ങനെയാണ് വല്ല കിങ് ഫിഷ് വല്ലതും കിട്ടുമായിരുന്നു എന്തുമായിരുന്നു അവസ്ഥ. കിട്ടി നമ്മുടെ മീനെ. 300-350 അടി താഴ്ചയിൽ നിന്ന് രണ്ടുപേരും കൂടെ വലിച്ചു കയറ്റി മേളിൽ കൊണ്ടുവന്ന് അതുകൊണ്ട് കയ്യിൽ നിന്ന് പോയി. ഈ ജിമ്മിയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇതിനെ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അതിന് ചിലപ്പോൾ മേളിൽ വരുമ്പോൾ അണുഹുക്കായി പോകും. അത് പോയി മനക്കാട്ട് മിച്ചം. നമ്മളിവിടെ ജിഗ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് സുബിൻ ഇലക്ട്രിക് റോഡ് വെച്ചിട്ട് മീനെ പിടിക്കുന്നുണ്ട്. നല്ല എമകണ്ടൻ ഡൂനോസൊക്കെയാണ് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി സിമോൻ വീണ്ടും ജിഗ് ചെയ്ത് ജിമ്മിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഈ വട്ടം ഏതായാലും ആശാൻ വലിച്ചു കോരി എടുക്കുന്നില്ല. നെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ല ജിമ്മികളാണ്, നല്ല സൈസുള്ള ജിമ്മികൾ. ഇന്ന് ഈ ബനാന കളർ ജിഗിലാണ് കൂടുതലും സ്ട്രൈക്ക് കിട്ടിയേക്കുന്നത്. ഇന്ന് ക്ലൈമറ്റ് നല്ല സണ്ണി ക്ലൈമറ്റ് ആയതുകൊണ്ട് വെള്ളവും നല്ല തെളിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ടാണോന്നറിയില്ല, ബനാന കളറിന് നല്ല സ്ട്രൈക്കുണ്ട്. അടുത്തത് നല്ല എമൗണ്ട് ഒരു ജിമ്മി, അടിപൊളി. അതും ജിഗ് ചെയ്ത് ജിൻസ് ഈ വട്ടം ആർക്കും കൊടുത്തില്ല. തന്നെ ജിഗ് ചെയ്ത് 300-350 അടി തന്നെ ജിഗ് ചെയ്ത് വലിച്ചു കയറ്റി. പിന്നെ അങ്ങോട്ട് 300-350 അടിയൊന്നും ഒരു പ്രശ്നമേ അല്ല. അതായത് പടപടയെന്നാണ് പിന്നെ ഇങ്ങോട്ട് മീനെ വലിച്ചു കയറ്റാൻ തുടങ്ങി. അവസാനം ബ്ലൂനോസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. നമ്മൾ ജിമ്മിയെ പ്രതീക്ഷിച്ച ജിഗ് ചെയ്ത് ഈ വട്ടം ഏതായാലും ഒരു വെറൈറ്റി മീൻപിടുത്തമായിരുന്നു. ഇത്ര നാളും ഡീപ്പ് ഡ്രോപ്പിന് പോയിട്ട് ഞങ്ങൾ ജിഗ് ചെയ്തിട്ടില്ല. ഇതാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ജിഗ് ചെയ്യുന്നത്. ആദ്യം വിചാരിച്ച് ഞങ്ങൾ 300-350 ഒക്കെ ഒറ്റയ്ക്ക് കയറ്റാൻ പറ്റുമോയെന്ന്. അവസാനം ആയപ്പോഴത്തേക്ക് ഇത് ജിൻസൊക്കെ ഒറ്റയ്ക്ക് നിന്നാണ് 300-350 അടി വലിച്ചു കയറ്റിയത്. എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ അതെ, എമൗണ്ട് മീൻ അടിപൊളി. ഇനി നേരെ നമ്മൾ കരയിലോട്ട്. അതെ തുടർച്ച കണ്ടിന്യൂസ് മീൻ അടിച്ചുകൊണ്ടിരുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെ മാറ്റി സുഖിൻ്റെ കൊടുത്ത് വരണം തോന്നും. അതെ അവസാനം നമ്മൾ തന്നെ നിർത്തിപ്പോയി. ഇത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു നമ്മൾ തന്നെ നിർത്തിയിട്ട് പോകുന്നത്. ആ, ഞങ്ങൾ തന്നെ നിർത്തുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.